പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സൂപ്പർ മാർക്കറ്റിലെല്ലാം സുലഭമായി കണ്ടുവരുന്ന ഒരു സാധനമാണ് ഇത്. പൊതുവെ എല്ലാവരും ഇതിനെ മക്രോണി എന്നാണ് പറയുന്നത്. ഈ ഒരു സാധനം കയ്യിൽ കിട്ടിയാൽ എങ്ങനെയാണ് പാചകം ചെയ്ത് രുചികരമായി കഴിക്കാൻ പറ്റുന്നത് എന്ന് നോക്കിയാലോ. ഇത് 400 ഗ്രാം ഉള്ള ഒരു പാക്കറ്റാണ്. ഇതിൻ്റെ പാക്കറ്റിൽ നിന്നും പകുതി എടുത്ത് നമ്മൾ പാചകം ചെയ്ത് കഴിയുമ്പോൾ അതിൽ ചേർക്കേണ്ട എല്ലാ സാധനങ്ങളും ചേർത്ത് കഴിയുമ്പോൾ അതിൽ വലിയ മാറ്റമുള്ള അളവുണ്ടാകും. അപ്പോൾ അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിൽ പകുതി എടുത്ത് പാചകം ചെയ്തതാണ്. അതിൻ്റെ റെസിപ്പിയും പറയാം. ഇതാണ് അത് പകുതി എടുത്ത് പാചകം ചെയ്തപ്പോൾ കിട്ടിയ അളവ്. ഇത്രയും അളവിൽ നമുക്ക് പാചകം ചെയ്ത് കിട്ടുമ്പോൾ അതിൻ്റെ പകുതി അളവ് മാത്രം എടുത്താൽ മതി. ഇതെങ്ങനെയാണ് പാചകം ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇതിന് വേണ്ട സാധനങ്ങളെല്ലാം പറയാം. ഈ പകുതി ഉണ്ടാക്കണമെങ്കിൽ ഒരു വലിയ സവാള ഉള്ളി, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കൊഞ്ച് കിട്ടുമെങ്കിൽ ചെറിയ കൊഞ്ചായാലും വലിയ കൊഞ്ചായാലും കൂടുതലായാലും കുറവായാലും സാരമില്ല. വലിയ കൊഞ്ചാണെങ്കിൽ അത് ചെറുതായി മുറിച്ച് വൃത്തിയായി കഴുകി വെക്കണം. പിന്നീട് വേണ്ടുന്നതെന്ന് വെച്ചാൽ ബീൻസ്, ഒരു 1/4 കിലോ ബീൻസും, 1/4 കിലോ വേണ്ട, 200 ഗ്രാം ബീൻസും 200 ഗ്രാം ക്യാരറ്റും, പിന്നെ കാബേജ് വേണമെങ്കിൽ കാബേജും കുറച്ചിടാം. ഇതെല്ലാം വൃത്തിയായി കഴുകി, മലക്കറികളെല്ലാം വൃത്തിയായി കഴുകി നല്ലതുപോലെ കുരുകുര നീളത്തിലിങ്ങനെ അരിഞ്ഞു വെക്കണം. അരിഞ്ഞു വെച്ചതിന് ശേഷം എല്ലാം മാറ്റി വെച്ച് കപ്പുള്ളിയും പച്ചമുളകും എല്ലാം മാറ്റി വെക്കണം. പിന്നീട് 2-3 വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും ചതച്ച് മാറ്റി വെക്കണം. കറിവേപ്പില ഇഷ്ടം പോലെ ഇടണം. മല്ലിയിലയും വേണം. അപ്പോൾ ഇതെല്ലാം മുറിച്ച് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ആദ്യമായി പ്രഷർ കുക്കറിൽ വെള്ളം വെച്ച്, ഇതിന് ചെറിയൊരു 2 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണെങ്കിൽ 1/4 ഭാഗം വെള്ളം വെച്ച് നല്ലതുപോലെ വെട്ടി തിളക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ട് അതിലേക്ക് ഈ മക്രോണി ഇട്ട് ഒന്ന് ഇളക്കി അടച്ച് ചെറിയ തീയിൽ ഒരു 3 വിസിൽ വരുന്നവരെ വേവിക്കണം. ചെറിയ തീയിൽ മാത്രമേ വേവിക്കുക. ആദ്യം ഒരു വിസിൽ വരുന്നത് വരെ വലിയ തീ ഇട്ട ശേഷം പിന്നീട് ചെറിയ തീയാക്കി ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചതിന് ശേഷം അത് മാറ്റി വെക്കണം. അതിൻ്റെ ആവി പോയി കഴിയുമ്പോൾ മാത്രമേ അത് ഊറ്റി വെക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിങ്ങനെ ആവി പോകുന്നത് വരെ നമ്മൾ കാത്തിരിക്കുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ചെയ്യണം. ഇരുമ്പേട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഇട്ടൊന്ന് മൂപ്പിക്കണം. മൂപ്പിച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന കൊഞ്ചൊന്ന് ഇട്ടിളക്കണം. കൊഞ്ചിട്ടിളക്കി കഴിഞ്ഞ് അതിലേക്കൊരു തക്കാളിയും മുറിച്ച് വെച്ചിരിക്കുന്ന മലക്കറികളെല്ലാം, ക്യാരറ്റും നമ്മുടെ ബീൻസും പിന്നെ കാബേജും എല്ലാം ഇട്ട് ഇളക്കി വെള്ളം ചേർക്കുകയേ വേണ്ട. ഇളക്കി നല്ലപോലെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്താൽ മതി. ഇളക്കി അതെല്ലാം ഒന്ന് അമർത്തി അടച്ച് വേവാനായിട്ട് വെക്കണം. കുറച്ച് നേരം വെന്ത് കഴിയുമ്പോഴേക്കും വീണ്ടും ഒന്ന് ഇളക്കി അതിന് വെള്ളം വറ്റുന്നതുവരെ ഒന്ന് ഇളക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ പ്രഷർ കുക്കറിൽ ആവിയെല്ലാം പോയിട്ടുണ്ടാകും. അപ്പോൾ പ്രഷർ കുക്കർ തുറന്ന് ഈ സാധനം ഊറ്റി വെച്ച് അതിലേക്ക് കുറച്ച് 2 പ്രാവശ്യം പച്ചവെള്ളം ഒഴിച്ച് കഴുകി കുറച്ച് നെയ്യിൽ അതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി വെക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിലേക്ക് എല്ലാം ഇളക്കി, മല്ലിയില ഉണ്ടാകുമെങ്കിൽ അത് കുറച്ച് മല്ലിയിലയും ഇട്ട് ഒന്ന് ഇളക്കി അടച്ച് വെച്ച് കുറച്ച് നെയ്യിട്ട് കഴിഞ്ഞാൽ വളരെ രുചികരമായ പിസ്ത ചെയ്യാറാവും. ഇതിന് മക്രോണി എന്നാണ് എല്ലാവരും പറയുന്നതെങ്കിലും രുചികരമായ ഒരാഹാരമാണ്. നമുക്ക് ചെമ്മീൻ കിട്ടുകയില്ലെങ്കിൽ മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് ഇട്ടാൽ മതി. മുട്ട വെറുതെ ഇങ്ങനെ പൊട്ടിച്ചതിനകത്ത് ഒഴിക്കരുത്. മുട്ടയിൽ കൊച്ചുള്ളിയും പച്ചമുളകും കറിവേപ്പിലെല്ലാം ചേർത്ത് അടിച്ച് പതപ്പിച്ച് ഇരുമ്പേട്ടിയിൽ ഒഴിച്ചൊന്ന് ഇളക്കി തോരൻ പോലെയാക്കിയെടുത്ത് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ രുചികരമായി തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഉച്ചക്കത്തെ ആഹാരത്തിനായാലും രാവിലത്തെ ആഹാരത്തിനായാലും പറ്റും. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ 400 ഗ്രാമിൻ്റെ ഒരു കവറുണ്ടെങ്കിൽ ഒരു ഫാമിലിയിൽ ഉള്ള ഒരച്ഛനും അമ്മയ്ക്കും 2 മക്കൾക്കും സുഭിക്ഷമായി 2 നേരം കഴിക്കാനുള്ള ഒരാഹാരം തന്നെയാണ്. പിന്നെ ഇറച്ചി ഇഷ്ടമുള്ളവർക്ക് ഇറച്ചി വേവിച്ച് കുഞ്ഞായി അരിഞ്ഞ് വഴറ്റിയെടുത്ത് ഇതിനകത്തിട്ടാൽ വളരെ രുചികരമായിരിക്കും. ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ ഒരു കവർ കിട്ടുമ്പോൾ അയ്യോ ഇതെങ്ങനെ എന്താണ് എന്നൊന്നും ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. അത് പാചകം ചെയ്ത് നോക്കുക.